നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയുടെയും അതുപോലെ തന്നെ അതിൻ്റെ മസാലയുടെയും റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പൂരി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1/2 കപ്പ് മൈദ കൂടി ചേർക്കേണ്ടതുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. 1/2 കപ്പ് മൈദ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരല്പം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇതോടൊപ്പം ചേർക്കാം. എന്നിട്ട് ഇതിനെ ഇളം ചൂടുവെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ. കുറച്ച് വീതം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. മൊത്തത്തിൽ വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ ഇത് വെള്ളം കൂടി പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഓയിൽ ചേർത്തിട്ട് അത് കൂടി ചേർത്ത് നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഈ നനവ് മതി. ഇനി ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിന് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് നന്നായി അമർത്തി കുഴച്ച് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇതിനെ 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മൂടി വേണം വയ്ക്കാൻ. ഇതിൻ്റെ മുകളിൽ ഒരല്പം ഓയിൽ തടവിയിട്ട്, ഡ്രൈ ആവാതിരിക്കാനാണ് ഒരല്പം ഓയിൽ തടവിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യിക്കാം. എല്ലായിടത്തും ഓയിൽ എത്തുന്നത് പോലെ ഒരല്പം ഓയിൽ കയ്യിലെടുത്തിട്ട് തടവി കൊടുക്കുക. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൂരിയുടെ മാവാണിത്. ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കണം. അതിനെ നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടി കുറഞ്ഞും പോകാൻ പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയും പാടില്ല. അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിനെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. എല്ലാ വശവും ഒരുപോലെ കട്ടി വരുന്ന രീതിയിൽ വേണം പൂരി പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വട്ടം വേണമെന്നില്ല, അപ്പം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് കേട്ടോ. ഞാൻ ഒരുപാട് വട്ടത്തിലാക്കുന്നില്ല. അപ്പോൾ ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ പൂരി ഇവിടെ പരത്തിയെടുക്കുന്നത്. കണ്ടോ, ഈ ഒരു വലുപ്പത്തിലാണ് പൂരി പരത്തിയെടുക്കുന്നത്. കട്ടി കണ്ടോ, ഏകദേശം ഇത്ര കട്ടിയിലാണിത് പരത്തുന്നത്. ഇങ്ങനെ നമുക്കെല്ലാം പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പൂരിയെല്ലാം ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ വറുത്തെടുക്കാം. പൂരി വറുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് ഇവിടെ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൂരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് എണ്ണ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റാം. ഇങ്ങനെ എല്ലാ പൂരിയും നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കണം. വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് എന്താണോ താല്പര്യമുള്ളത് അതിനനുസരിച്ച് ഉണ്ടാക്കാവുന്നതാണ്. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നവർക്ക് അതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഓയിലിൽ വറുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ല രസമായിട്ട് പൂരി ഇതാ പൊന്തി വരുന്നത് കണ്ടോ. എന്ത് ബോൾ പോലെയാണ് പൊന്തി വരുന്നത്. സൂപ്പർ പൂരിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. നല്ല അടിപൊളിയായിട്ട് പൂരി നമുക്ക്
ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ. രണ്ട് വശവും മറച്ചിട്ടിട്ട് വേവിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വറുത്ത് കോരാം. കോരിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് ഇതായി പോകുന്നതിനാണ്. എനിക്ക് വേണ്ട ഭാജി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ്. ഇതൊരു 3 പച്ചമുളകിന് ഒരു അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. കാരണം ഇത് കടിച്ച് കൂടുതൽ എരിവ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് വലുതാക്കിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ച് വേപ്പിലയും കൂടിയുണ്ട്. ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ആദ്യം ഒരു 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരല്പം ഉഴുന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഏകദേശം 1 ടീസ്പൂണോളം ഉഴുന്നാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുകും ഉഴുന്നും ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉഴുന്നും കടുകൊക്കെ ശരിക്കും ചൂടായി പൊട്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, അതോടൊപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, കാരണം ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടി കിട്ടാനുള്ള ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത്. കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒരുപാട് ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി സവാള. കാരണം ഇതിലേക്ക് ഇപ്പോൾ സവാള വല്ലാതെ മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതായി വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് ഞാനിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പ്രത്യേകിച്ച് വേറെ ചേർക്കുന്നില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ പൂരി ഭാജിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ പൂരിയും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഒരുപാട് വെള്ളമില്ലാതെ കുഴഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ പൂരിയുടെ കറി എപ്പോഴും ഉണ്ടാവുക. ഇത് ഏകദേശം അതുപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പൂരിയും അതുപോലെ തന്നെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. കണ്ടോ എന്തൊരു സോഫ്റ്റാണെന്ന് നോക്കൂ. നല്ല സോഫ്റ്റായിട്ടുള്ള പൂരിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.